അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാൻ ആദ്യത്തെ 2 10 കഴിഞ്ഞു. മൂന്നാമത്തെ 10 ഇത്ഖും മിനന്നാർ, നരകമോചനത്തിന്റെ 10. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഓരോ വിശ്വാസിയും വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി കേണപേക്ഷിക്കുന്ന 10. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അതിന്റെ അർത്ഥഗാംഭീര്യം വളരെയധികം ചിന്തിച്ചുകൊണ്ടാവണം നാം ഓരോരുത്തരും അത് ചൊല്ലേണ്ടത്. പരിശുദ്ധ റമളാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് തന്നെ നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടിയാണ്. നാം ഓരോരുത്തരും ചിന്തിക്കുക, ഇത്രയും റമളാൻ ഇത്രയൊക്കെ നമ്മുടെ മുന്നിൽ വന്നു, ഇന്ന് 21ാമത്തെ നോമ്പായി. എത്രത്തോളം തഖ്വയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് നമ്മൾ ചിന്തിക്കണം. തഖ്വയുടെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം മനസ്സിലാക്കണം. നാം ഇപ്പൊ അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ ചൊല്ലുന്നത് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹു വിട്ടുവീഴ്ച വല്ലാതെ ഇഷ്ടപ്പെടുന്നവനാണ്. വിട്ടുവീഴ്ച ചെയ്യുന്നവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് പടച്ചവനെ, നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ എന്നുള്ള പ്രാർത്ഥന അവസാനത്തെ 10 നിത്യമാക്കുന്ന നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക. എൻ്റെ മനസ്സിൽ ആരോടെങ്കിലും വല്ല വെറുപ്പുണ്ടോ? എൻ്റെ മനസ്സിൽ ആരോടെങ്കിലും വല്ല പിണക്കവുമുണ്ടോ? അല്ല വല്ല വിദ്വേഷവും ഉണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക. ഏതെങ്കിലും നിസാരമായ വിഷയത്തിന് പിണങ്ങി നിൽക്കുന്നവർ, കുടുംബ ബന്ധം മുറിഞ്ഞിട്ടുള്ളവർ, മുറിച്ചവർ, തെറ്റി നിൽക്കുന്നവർ, ഒന്നുമില്ല, സാരൂല, പോട്ടെ എന്ന് പറഞ്ഞ് ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നാം ഓരോരുത്തരും ചിന്തിക്കുക. ഞാൻ എൻ്റെ അയൽവാസിയോട്, ഞാൻ എൻ്റെ കുടുംബത്തോട്, ഞാൻ എൻ്റെ കൂട്ടുകാരോട്, ഞാൻ എൻ്റെ ബന്ധത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായും നാം മാറുന്നത് വരെ നാം ചെയ്യുന്ന അമലുകൾ, നമ്മുടെ നോമ്പ്, നിസ്കാരം, ഇതൊന്നും അല്ലാഹുവിന് ആവശ്യമില്ല. ചിന്തിച്ചു നോക്കിയേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തോടു കൂടിയുള്ള പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ്. അവിടെ സാധാരണ പട്ടിണി കിടന്നവന്റെ വില പോലും ഇല്ലാത്തൊരവസ്ഥ നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ വല്ല പരാജയം മറ്റെന്താ ഉള്ളത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഓരോരുത്തരും അള്ളാഹുവിനോട് വിട്ടുവീഴ്ച ചെയ്തു തരാൻ വേണ്ടി അപേക്ഷിക്കുമ്പോൾ, ഞാൻ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണോ എന്ന് നാം ആദ്യം നമ്മുടെ സ്വന്തത്തിൽ ഒന്ന് ആലോചിക്കണം. നമ്മുടെ നഫ്സിനെ ഒന്ന് ശരിയായ രീതിയിൽ നാം ഒന്ന് പഠിക്കണം. നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് നാം ഒന്ന് മനസ്സിലാക്കണം. വിട്ടുവീഴ്ച മനോഭാവം എന്ന് പറയുന്ന നന്മയായ സ്വഭാവം, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. എത്ര വലിയ വിദ്വേഷമാണെങ്കിലും വെറുപ്പാണെങ്കിലും, നശ്വരമായ ഈ ലോകത്ത് എന്തിനാണ് ഈ വെറുപ്പും വിദ്വേഷവും വെച്ച് നടക്കുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ നാം അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടവരാണ്. നമുക്കൊന്നുമില്ല, നമ്മുടെ കയ്യിലൊന്നുമില്ല, നാം സ്വന്തമായി ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടുമില്ല. പിന്നെന്തിനാണിത്? ഇത്തരത്തിലുള്ള സ്വഭാവ ശൈലികൾ പൂർണ്ണമായും മാറ്റി നന്മയുള്ള നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി നാം മാറണം. നമ്മുടെ ജീവിതത്തിൽ വിട്ടുവീഴ്ച, മറ്റുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത്, മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളത്, മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നുള്ളത് നമ്മുടെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമായി നാം കൊണ്ടു നടക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വലിയ വിജയമുണ്ടാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.